ഹായ് ജംബുവോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. അതിൽ ക്ലാസ് സി സബ്നെറ്റിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസ് സി സബ്നെറ്റ് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് സിയുടെ 25ഉം 26ഉം അതേപോലെ തന്നെ 27ഉം ഞാൻ സബ്മിറ്റ് ചെയ്തു. ലാസ്റ്റ് 30 കൊണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതും പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ചാറ്റ് GPT ഒക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ CCNA എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്മിറ്റിങ്ങിൻ്റെ ഇത് അറിഞ്ഞിരിക്കേണ്ട. കാരണം ചില ചോദ്യങ്ങളൊക്കെ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എയുടെ സഹായമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആ വഴി ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്കിന്ന് ക്ലാസ് ബിയും അതേപോലെ തന്നെ ക്ലാസ് എയും നോക്കണം. അത് രണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലാസ് എയുടെയും ക്ലാസ് ബിയുടെയും. അതിനുശേഷം നമുക്ക് ഈ സബ്മിറ്റിംഗ് വേറൊരു സബ്മിറ്റിംഗ് ഉണ്ട്, VLSM എന്ന് പറയും, വേരിയബിൾ ലെങ്ത് സബ്മിറ്റ് മാസ്കിംഗ് എന്ന് പറയുന്ന ഒരു സബ്മിറ്റ് ഉണ്ട്. അതുകൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇനി ബാക്കിയുള്ള നമ്മുടെ മെയിൻ ടോപ്പിക്കുകളോട്ട് പോകുള്ളൂ. ആക്സസ് ലിസ്റ്റ്, അതേപോലെ തന്നെ HSRP, അതേപോലെ തന്നെ ബാക്കി വരുന്നത് നാറ്റ് ആയാലും അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളും FTP, TFTP ഉണ്ട്, SSH ഉണ്ട്, ടെൽനെറ്റ് ഉണ്ട്, സിസ്ലോഗ് ഉണ്ട്, അങ്ങനെ കുറേ NTP, അങ്ങനെ കുറേ സർവീസുകൾ നമുക്ക് CCNA കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സബ്മിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ സബ്മിറ്റിംഗ് ചെയ്തു പോകാം എന്ന് വിചാരിച്ചത്. അതിനുശേഷം പിന്നെ നമുക്ക് തിയറി വരാണ്ട്, OSI ലെയർ, 7 ലെയർ വരാണ്ട്, അപ്ലിക്കേഷൻ ലെയർ പോലത്തെ ലെയറിനെ കുറിച്ച് തിയറി ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേ ക്ലാസ്സുകളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലൗഡ് AWS പഠിക്കാൻ ആർക്കും താല്പര്യമുണ്ടോ എന്നുള്ളത്. AWSൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും. നമ്മൾക്ക് ഏകദേശം ഒരു 2500 സബ് ആവുമ്പോൾ ഞാൻ AWSൻ്റെ ക്ലാസ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാനൽ കണ്ട് നെറ്റ്വർക്കിങ്ങിൻ്റെ സ്കില്ലൊക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എൻക്വയറി നടത്താം. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ക്ലാസ് ബിയുടെ സബ്മിറ്റിങ്ങിലോട്ട് പോകാം. ക്ലാസ് ബിയും അതേപോലെ തന്നെ ക്ലാസ് എയുടെയും സബ്മിറ്റിങ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് ബി ആകുമ്പോൾ സാധാരണ ഞാനൊരു ക്ലാസ് ബിയുടെ നെറ്റ്വർക്ക് ഞാൻ ഇവിടെ എഴുതാം. ക്ലാസ് ബി എങ്ങനെയാണ് നെറ്റ്വർക്ക് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ക്ലാസ് ബി ആകുമ്പോൾ ക്ലാസ് ബി എങ്ങനെയാണ്? ക്ലാസ് ബി നമുക്ക് ഇവിടെ 172, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം, 172.16.00 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എഴുതാം. ക്ലാസ് ബി ആണ്. അപ്പോൾ ക്ലാസ് ബിയുടെ സബ്നെറ്റ് നിങ്ങൾക്ക് അറിയാലോ. ക്ലാസ് ബിയുടെ സബ്നെറ്റ് 3255 അപ്പോൾ ഞാനിവിടെ നിന്ന് എഴുതാം. നമുക്ക് 172.16.00. ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? ഇത് ക്ലാസ് ബി ആണ്. അപ്പോൾ 2,255 ഒരു 0, 2 0. അപ്പോൾ സ്വാഭാവികമായിട്ടും CIDR വാല്യൂ എത്ര വരിക? ആദ്യത്തെ 16 ബിറ്റാണ് നെറ്റ്വർക്ക് ID. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് എത്ര വരിക? ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് 172.16.01. പിന്നെ LVH എത്ര വരിക? ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് 172.16.255.254. ഇതെങ്ങനെ വരിക? നമുക്കിതിനകത്ത് ഒരുപാട് IP കൾ അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ 172.16.00 എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എത്ര IP കളുണ്ട്? എത്ര ഹോസ്റ്റ് നമുക്ക് കിട്ടും? 2⁻y-2 എന്നല്ല അതിൻ്റെ ഇക്വേഷൻ. 2⁻y എന്ന് പറഞ്ഞാൽ ബാലൻസ് ഹോസ്റ്റ് ഐഡിയുടെ എണ്ണം. അവിടെ 2⁻16-2 അത്രയും IP കൾ നമുക്കവിടെ കിട്ടും. y എങ്ങനെ 16 തന്നെ? ഹോസ്റ്റ് ഐഡികളുടെ എണ്ണമാണ് അല്ലേ? 16 ബിറ്റ് നെറ്റ്വർക്ക് ഐഡിയും 16 ബിറ്റ് ഹോസ്റ്റ് ഐ ഡിയാണ്. അപ്പോൾ 16 ബിറ്റ് അല്ലേ? അപ്പോൾ 2⁻y-2. അപ്പോൾ അത്രയും IP നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ വരിക? 172.16.02, പിന്നെ അതേപോലെ തന്നെ 0.3.4 അങ്ങനെ പോയി 172.16.0 കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുക 172.16.1 തുടങ്ങി അത് പോയി 172.16.1 പിന്നെ അവൈലബിൾ ആയിട്ടുള്ള IP 172.16.2 തുടങ്ങി 172.16
2 255 കഴിഞ്ഞ് പിന്നെ ഈ 2 മാറി 3 അങ്ങനെ പോയി 172 16 255 255 ആണ് ഏറ്റവും അവസാനത്തെ IP. അപ്പൊ അതിന്റെ തൊട്ട് പിന്നിലുള്ള IP ആണ് 172 16 255 254. ബ്രോഡ്കാസ്റ്റ് എത്ര വരിക? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് 172 16 255 255. ഇതാണ്. അപ്പോൾ ക്ലാസ് ബിയിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള IP-കളുടെ എണ്ണം വളരെ കൂടുതലാണ്. 2⁻16 - 2 ആണ് വരിക. അത്രയും IP അഡ്രസ്സുകൾ അവിടെ ഉണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാനിത് ഈ എഴുതി കാണിച്ചിട്ടില്ലേ, ഇങ്ങനെയാണ് അത് വരുന്നത്. അത്രയും IP-കൾ നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ലാസ് ബിയിലോട്ട് വരുമ്പോൾ. അപ്പൊ ക്ലാസ് ബിയുടെ ഡിഫാൾട്ട് ആയിട്ടുള്ള CIDR വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. നമുക്കതിന് മാറ്റം വരുത്തി നോക്കാം. ഞാനിവിടെ 172 പിന്നെ 16 0 20 അല്ലല്ലോ 16 അല്ലേ. അപ്പോൾ 16 മാറ്റി എന്താക്കി? 17 ആക്കി. 17 ആക്കി കഴിയുമ്പോൾ സബ്നെറ്റ് മാസ്കിൽ മാറ്റം വന്നില്ലേ? 8 1 2 3 4 5 6 7 8 16 ബിറ്റായി. ഒരെണ്ണം കടമെടുത്തു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇവിടെ 255, ഇവിടെ 255, ഇവിടെ 128, ഇവിടെ 0. അപ്പോൾ സബ്നെറ്റ് മാസ്ക് 255 255 128 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ FEHും LVHും ഒക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2⁻x. എത്രണ്ണം കടമെടുത്തു? ഒരെണ്ണം. അപ്പോൾ എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാം? 2. നമ്പർ ഓഫ് ഹോസ്റ്റ് 2⁻y - 2 2⁻15. ബാലൻസ് 15 എണ്ണം അവിടെ ഉള്ളത്. 15 - 2 വലിയൊരു സംഖ്യ കിട്ടും. ബ്ലോക്ക് സൈസ് 256 നിന്ന് സബ്നെറ്റ് മാസ്ക് കുറയ്ക്കുക. എത്ര കിട്ടുക? 128. എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ 2 എണ്ണം. എയും ബിയും ഉണ്ടാക്കാം. എന്തൊക്കെ ഉണ്ടാവും നെറ്റ്വർക്കിന്? നെറ്റ്വർക്ക് ID, ഇവിടെയും നെറ്റ്വർക്ക് ID, പിന്നെ FEH LVH ബ്രോഡ്കാസ്റ്റ്, ഇവിടെയും FEH LVH ബ്രോഡ്കാസ്റ്റ്. നെറ്റ്വർക്ക് ID എത്രയാ? 172 16 00. FEH 172 16 01. ഇവിടെയോ 172 16. നമ്മുടെ സബ്നെറ്റ് മാസ്ക് എത്രാമത്തെ ബൈറ്റിലാണ് മാറുന്നത്? 3-ാമത്തെ ബൈറ്റിലാണ് മാറുന്നത്. മൊത്തം 4 ബൈറ്റാ. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ്. അങ്ങനെ ഇതൊരു ബൈറ്റ്, ഒരു ബൈറ്റ്, ഒരു ബൈറ്റ്, ഒരു ബൈറ്റ്, അങ്ങനെ 3-ാമത്തെ ബൈറ്റിലല്ലേ സബ്നെറ്റ് മാസ്ക് മാറണേ. അപ്പൊ ഇതിന്റെ ഒപ്പം ബ്ലോക്ക് സൈസ് കൂട്ടിയിട്ടാണ് അടുത്ത നെറ്റ്വർക്ക് ചെയ്തത്. 172 16 128 0. അപ്പോൾ ഇതിന്റെ ബ്രോഡ്കാസ്റ്റ് എത്ര വരിക? 172 16. അടുത്ത നെറ്റ്വർക്ക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 128. അപ്പോ 127 255. ഇതോ 172 16 127 254. ഇവിടെ എത്ര വരിക? 172 16 128 1. ഇവിടെ 172 16 16 255 254. ഇവിടെയോ 172 16 255 255. ഇങ്ങനെ 2 നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി 172 16 0 18 നമുക്കൊന്ന് സബ്നെറ്റ് ചെയ്ത് നോക്കാം. 16 ഡിഫാൾട്ട് ആയിട്ട് വരിക. അതിൽ 17 ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 18 ചെയ്യാൻ പോവാണ്. 18 വരുമ്പോൾ എങ്ങനെ വരിക? 18 172 16 00/18. സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 8 എണ്ണായി. 1 2 3 4 5 6 7 8 1 2 18 എണ്ണായി. 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇവിടെ 255 255 192 0. ഇനി നമ്പർ ഓഫ് നെറ്റ്വർക്ക്, നമ്പർ ഓഫ് ഹോസ്റ്റ്, ബ്ലോക്ക് സൈസ്, ഇത്രയും കാര്യങ്ങൾ കാണണ്ടേ? നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്ര എണ്ണം കടമെടുത്തു? 2 എണ്ണം. 2:2 4. 2⁻y - 2. ബാലൻസ് എത്ര ഉണ്ട്?
ബാലൻസ് അവിടെ ആദ്യം ഹോസ്റ്റ് ഐ ഡിയിൽ 16 എണ്ണം ഉണ്ടായിരുന്നത്, അതിൽ 2 എണ്ണം കടമെടുത്തു. ബാലൻസ് 2⁻14 മൈനസ് 2, വലിയൊരു സംഖ്യ കിട്ടുക. ബ്ലോക്ക് സൈസ് 256 മൈനസ് 192 64. എത്ര നെറ്റ്വർക്ക് കിട്ടും? 4 നെറ്റ്വർക്ക്. എ, ഇത് ബി, സി, ഡി. FEH അല്ല, നെറ്റ്വർക്ക് ഐ ഡി അല്ലേ, നെറ്റ്വർക്ക് ഐ ഡി, FEH, LVH, ബ്രോഡ്കാസ്റ്റ്. ഇത്രയും വേണ്ടേ? നെറ്റ്വർക്ക് ഐ ഡി 172.16.00. ഇവിടെയോ 172.16.0. ഒപ്പം ബ്ലോക്ക് സൈസ് കൂട്ടുക 64 64.0. ഇവിടെയോ 172.16.128.0. ഇവിടെയോ 172.16.192.0. FEH 172.16.01, 172.16.64.1, 172.16.128.1, 172.16.192.1. LVH ബ്രോഡ്കാസ്റ്റും. ബ്രോഡ്കാസ്റ്റ് എത്ര വരിക? 172.16.63.255. ഇവിടെ 172.16.127.255. ഇവിടെ 172.16.191.255. ഇവിടെ 172.16.255.255. LVHO 172.16.63.254, 172.16.127.254. ഇവിടെ 172.16.191.254. ഇവിടെ 172.16.255.254. ഇങ്ങനെ 4 നെറ്റ്വർക്ക് കിട്ടും. അടുത്തായിട്ട് നിങ്ങൾ ചെയ്തു നോക്കേണ്ട പ്രോബ്ലം തരാം ഞാൻ. 172.16.00.19 കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റിൽ വരുന്ന എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക, ഞാൻ അതിന് റീപ്ലൈ തരും. ഇതുവരെയുള്ള എല്ലാ കമന്റുകൾക്കും ഞാൻ റീപ്ലൈ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് CCNA ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനി ക്ലാസ് 7 കൂടി ഈ വീഡിയോയിൽ തന്നെ ചെയ്യാം. ഇനി ഞാൻ സബ്മിറ്റിങ്ങിന് ഓരോരോ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു VLSM എന്ന് പറയുന്ന ഒരു സബ്മിറ്റ് കൂടി വരുന്നുണ്ട്. വേരിയബിൾ ലെങ്ത് സബ്മിറ്റ് മാസ്കിംഗ് എന്ന് പറയുന്ന ഒരു സബ്മിറ്റ് കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ CADR നോർമൽ ആയിട്ടുള്ള സബ്മിറ്റിംഗ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് ക്ലാസ് 7 വരാം. ക്ലാസ് 7 വരുമ്പോൾ എങ്ങനെ വരിക? ക്ലാസ് 7 സാധാരണ ക്ലാസ് 7 ഐഡിയ എഴുതാം. 10.0.0 8 വരിക. കാരണം സബ്മിറ്റ് മാസ്ക് ഇങ്ങനെ വരിക. ഓക്കെ, ആദ്യത്തെ 8 ബിറ്റാണ് നെറ്റ്വർക്ക് ഐ ഡി. ഇങ്ങനെ വരിക. ഇതിൻ്റെ നമ്പർ ഓഫ് ഹോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ നമ്പർ ഓഫ് നെറ്റ്വർക്ക് ഒന്നും കടമെടുത്തില്ല. അപ്പോൾ 2:0 2:0 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്പർ ഓഫ് ഹോസ്റ്റ് 2⁻y-2 2⁻y-2 എന്ന് പറഞ്ഞാൽ ബാലൻസ് ഹോസ്റ്റ് ഐ ഡി എത്ര ഉണ്ട് ഇവിടെ? 8 എണ്ണം അല്ലേ? ബാലൻസ് 24 ഉണ്ട്. 2⁻24-2 അത്രയും IP അഡ്രസ്സുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അത്ര IP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് 7 അവൈലബിൾ ആയിട്ടുള്ള IP എത്ര ഉണ്ട്? ഇപ്പോൾ ഞാൻ ഒരു കമ്പ്യൂട്ടറിന് 10.0.0.1 കൊടുത്താൽ പിന്നെ എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ IP ഉണ്ട്. 10.0.0.255 വരെ കൊടുത്തതിന് ശേഷം 10.0.1.1 തുടങ്ങി 10.0.1.255 വരെ എനിക്ക് കൊടുക്കാം. അതിനുശേഷം 10.0.2.1 തുടങ്ങി 10.0.2.255 വരെ കൊടുക്കാം. പിന്നെ എനിക്ക് 10.0.3.1 തുടങ്ങി 10.0.3.255 വരെ കൊടുക്കാം. അങ്ങനെ അവിടെ നമുക്ക് എത്ര IP അഡ്രസ്സുകൾ അവൈലബിൾ ഉണ്ട്? 10.255 255 255 വരെ IP അഡ്രസ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2⁻24-2 എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യ എന്തായിട്ട് വരുന്നത്? നമ്പർ ഓഫ് ഹോസ്റ്റുകൾ. അത്രയും IP-കൾ അവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും IP അഡ്രസ്സുകൾ ഒരു നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏത്? ക്ലാസ് 7 വരുമ്പോൾ. നമുക്ക് ക്ലാസ് 7 സബ്മിറ്റ് നോക്കാം. ഇപ്പൊ ക്ലാസ് 7 നമുക്ക് ഇങ്ങനെ 9 കൊണ്ട് സബ്മിറ്റ് ചെയ്ത് നോക്കാം. 10.0.0 9 കൊണ്ട് എങ്ങനെ വരിക?
1 2 3 4 5 6 7 8 ഒരെണ്ണം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇവിടെ 255 ഇവിടെ 128 ഇവിടെ 0 ഇവിടെ 0 നമ്പർ ഓഫ് നെറ്റ്വർക്ക് കാണണം നമ്പർ ഓഫ് നെറ്റ്വർക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്രയാ 2x എത്ര എണ്ണം കടമെടുത്തിട്ടുണ്ട് ഒരെണ്ണമാണ് കടമെടുത്തത് 2:1 2 കിട്ടും നമ്പർ ഓഫ് ഹോസ്റ്റ് ബാലൻസ് ഉള്ള ഹോസ്റ്റ് ഐഡികളുടെ എണ്ണം 2y-2 ബാലൻസ് 8 കിട്ടും 16ഉം 7ഉം 23 2:23 - 2 വലിയൊരു സംഖ്യ കിട്ടും അത്രയും IP-കൾ അവിടെ അവൈലബിൾ ആണ് ഓരോ നെറ്റ്വർക്കിലും 2 നെറ്റ്വർക്കാണ് ഉണ്ടാക്കാൻ പറ്റുക അതിൽ അവൈലബിൾ ആയിട്ടുള്ള IP-കൾ അത്രയും ഉണ്ട് അത്രയും കൊടുക്കാൻ പറ്റില്ല അത്രയും വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ മാക്സിമം നെറ്റ്വർക്ക് 255 സിസ്റ്റങ്ങളെയാണ് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ലാനിൽ പക്ഷെ അത്രയും IP അഡ്രസ്സുകൾ അവിടെ ക്ലാസ് എയിൽ എന്താണ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത് ഇനി ബ്ലോക്ക് സൈസ് 256 നിന്ന് സബ്നെറ്റ് മാസ്ക് കുറയ്ക്കുക 128 രണ്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കാം എന്നല്ല പറയുന്നത് എയും ബിയും ഉണ്ടാക്കാം നെറ്റ്വർക്കിന് എന്തൊക്കെ ഉണ്ടാവും നെറ്റ്വർക്ക് ID പിന്നെ FEH പിന്നെ LVH പിന്നെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് നെറ്റ്വർക്ക് ID എത്രയാ 10,0,0,0 ഇവിടെയോ 10 രണ്ടാമത്തേലല്ലേ സബ്നെറ്റ് മാസ്ക് മാറുന്നത് അപ്പൊ അതിൻ്റെ ഒപ്പം ബ്ലോക്ക് സൈസ് കൂട്ടുക 10,128,0,0 ഇവിടെ 10,0,0,1 ഇവിടെയോ 10,128,0,1 ഫസ്റ്റ് IP അല്ലേ ബ്രോഡ്കാസ്റ്റ് എത്ര വരിക 10,127,255,254 ഇവിടെ 10,255,255 LVHO 10,127,255 എവിടെ ഈ 10 ഇവിടെ 255 ആട്ടോ വരും മാറിപ്പോയതാണേ 10,255 255 10,255 254 ഇവിടെ 10,128 255 254 ഇങ്ങനെ രണ്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കാം ഇനി നിങ്ങൾ ഇതിൽ രണ്ട് വർക്ക് ചെയ്തു നോക്കണം ഒന്ന് 10,0,0,0 10 കൊണ്ടും 10,0,0,0 11 കൊണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ഇടുക കാരണം നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊന്നും ആരും ഇടുന്നില്ല നിങ്ങളുടെ ക്ലാസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ സബ്നെറ്റിങ്ങിലുള്ളത് ക്ലാസ് എയും ക്ലാസ് ബിയും ക്ലാസ് സിയുടെയും സബ്നെറ്റിങ് നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു സബ്നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിനി VLSM എന്ന് പറയുന്ന സബ്നെറ്റിങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ ക്ലൗഡിൻ്റെ കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ 2,500 സബിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ AWSൻ്റെ ക്ലാസ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നാളെ VLSM സബ്നെറ്റിങ്ങുമായിട്ട് കാണാം